Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഞാൻ റവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ, പാല്, പഞ്ചസാര ഇവ മൂന്നും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മിൽമ പാക്കറ്റിൻ്റെ കവറിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഫുൾ ഫാറ്റ് മിൽക്കാണ്. എങ്കിലും ഒന്ന് ഉറപ്പ് വരുത്താൻ എടുക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ റവ, ഇത് വറുത്തതോ വറുക്കാത്തതോ എന്താണെങ്കിലും കുഴപ്പമില്ല, റവ എടുക്കുക. അതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പ് വരുന്ന പാല്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്ററിൽ നിന്നുള്ള പാല് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ആ പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതാ ഇപ്പോൾ പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ ഒത്തിരി മധുരത്തിനോട് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് വരെ ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയും പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ആ റവയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോവിലോട്ട് മാറ്റാൻ മറക്കരുത്. ഞാൻ ഇത്രയും നേരം മീഡിയത്തിൽ വെച്ചിട്ടാണ് പാലൊക്കെ ഒന്ന് ചൂടാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പതുക്കെ ഈ റവയൊക്കെ ഒന്ന് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങും. ആ തിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കുറുകി വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ റവ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന റവയൊക്കെ വെന്ത് അതിലത്തെ ബോൾസ് ഒക്കെ ആയിട്ട് തോന്നും നമുക്ക്. ഞാനത് കാണിക്കാം. ആ റവ ഇങ്ങനെ ബോളുകൾ പോലെ ഇരിക്കുന്നുണ്ടാവും വെന്തിട്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ പാത്രത്തിൻ്റെ സൈഡിൽ ഇതുപോലെ പാട ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഈ ഒരു ഫുൾ ഫാറ്റ് മിൽക്കിൻ്റെ ഒരു ബാക്കി പത്രമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ മറക്കരുത്. അതൊരു നമ്മുടെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, ചുരണ്ടി എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒന്ന് ഇതേ കണക്കിനൊന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി കുറുകിയിട്ടില്ല, എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഇതുപോലെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തു. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് കുറുകി, നമ്മളവിടെ നേരത്തെ എടുത്ത പോലെയല്ല, ഇപ്പം ഇച്ചിരി കുറുകി വന്നിട്ടുണ്ട്. അത് തണുക്കുമ്പോൾ ഇച്ചിരി കുറുകും. മാത്രമല്ല പാടയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കും. അത് നല്ലതാണ്, നമുക്ക് ആ പാടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുക. അതിനുശേഷം മുഴുവൻ ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, കാരണം മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മിക്സിക്കകത്തോട്ട് മാറ്റുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. പിന്നെ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരുന്ന വാനില എസൻസ്, നമ്മുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ച്. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ഉണ്ടല്ലോ, അത് ഒരെണ്ണം, നമുക്ക് അതിൻ്റെ കുരു മാത്രം, തൊലിയുടെ ആവശ്യമില്ല, കുരു മാത്രം ഇട്ട് മിക്സിയിൽ ഈ ഒരു കണക്കിന് നല്ല ക്രീമായിട്ട് നമുക്ക് കണ്ടോ, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതൊരു റവ കൊണ്ട് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ റവയുടെ തരിത്തരികളോ ഒന്നും ഇതിനകത്ത് കാണത്തില്ല. ശരിക്കും ഒരു ഐസ്ക്രീം, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീം മെൽറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ആണ് ഇത് അടിച്ചു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിനകത്തോട്ട് മാറ്റാം. ഞാൻ എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടാണ് മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട്, ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പറോ അല്ലെങ്കിൽ മൂടികയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ ആ മൂടിക കറക്റ്റായിട്ടൊന്ന് അടച്ചു വെക്കുക, പ്രോപ്പറായിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രീസറിനകത്ത് ഒരു 2 മണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചാൽ മാത്രം മതിയാവും. കാരണം ഇത് ഒരു തവണയും കൂടെ അടിച്ചാലാണ് നമുക്ക് ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടെക്സ്ചറിലുള്ള ഐസ്ക്രീം കിട്ടുക. അപ്പം ഞാനത് ഫ്രീസറിനകത്തോട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി ഞാൻ പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് സെറ്റായിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അത് സെറ്റായിട്ടൊന്നുമില്ല. ആ മുകളിലത്തെ ഭാഗവും അതുപോലെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുത്തി കാണിക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടിയത്. ഇത് ഒത്തിരി അങ്ങ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിക്കാൻ, മിക്സിയിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണക്കിന് നമ്മളിതൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക്
നമുക്കിത് മിക്സിക്കകത്തോട്ട് ഒരു വട്ടം കൂടെ ഒന്ന് മാറ്റി ഒഴിച്ച് അടിച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം തന്നെ നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ക്രീമി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇടയ്ക്കിടയ്ക്ക് പറയണേന്നുള്ളത്. കാരണം അത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. നല്ല ക്രീമി തന്നെയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ജോയ് ഐസ്ക്രീമിൻ്റെ ഒക്കെ അതേ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതേ തിക്നെസ് ഉണ്ടല്ലോ, അതെന്തായാലും ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതാ മിക്സിക്കകത്തോട്ട് ആക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നോക്കിക്ക് അടിച്ചെടുത്ത് വന്നപ്പോൾ നല്ല സൂപ്പറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇനി നമുക്ക് വീണ്ടും ആ ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു ഫിലിം പേപ്പറും ഒന്നും കൂടെ നമുക്കൊരു പുതിയതായിട്ടുള്ളൊരു ഫിലിം പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൂടിക ഉണ്ടെങ്കിൽ കറക്റ്റ് ആ പാത്രത്തിൻ്റെ മൂടിക വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പം ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഫിലിം പേപ്പർ വെച്ച സമയത്തൊന്ന് ഐസ്ക്രീമിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊന്ന് മുട്ടി ഒന്ന് താഴ്ത്തി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഐസ് ക്രിസ്റ്റൽസ് വരത്തില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മണിക്കൂറാണ് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രീസ് ചെയ്തത് ഇങ്ങനെ കല്ല് പോലെ ആയി കഴിഞ്ഞാൽ നമുക്കത് സ്കൂപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 6 മണിക്കൂറായപ്പോൾ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തായിരുന്നു. പക്ഷേ എന്നാലും നല്ല കട്ടിയായിട്ട് വന്നതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ വെള്ളമൊക്കെ ഒന്ന് മെൽറ്റായിട്ട് സൈഡിലൊക്കെ പാത്രത്തിൻ്റെ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂപ്പർ ഒരു തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ റവ കൊണ്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. നോക്കിക്കേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഇപ്പം ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചിന്ത പുറമേ നിന്ന് മേടിക്കുന്നതിന് മാത്രമേ ടേസ്റ്റ് ഉള്ളൂ, അതിന് മാത്രമേ ആ ഒരു മധുരം അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടത്തുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് റവ, ഗോതമ്പ്, പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പം നമ്മളൊരു ഗോതമ്പിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ചിലപ്പോൾ ഗോതമ്പിൻ്റെ ഫ്ലേവർ കാണുമായിരിക്കും. അത് വളരെ കുറച്ചാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊരു കരിക്കിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കരിക്കിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല, ഇച്ചിരിയെങ്കിലും. അത്രയൊന്നും ഉള്ളൂ ഈ ഒരു കാര്യത്തിനും. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് ഒരു നമ്മളെന്താ പറയുക, വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഐസ്ക്രീമാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു 6-7 മണിക്കൂർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും എന്താ പറയുക ഒരു അരമണിക്കൂർ പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കി വരാനായിട്ട്. പിന്നെ ഇച്ചിരി ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എസെൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞാൽ സോസ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് സോസോ സ്ട്രോബെറി സോസോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറി ഒന്ന് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊന്ന് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഞാനിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാലാണ് നമുക്ക് കഴിക്കാൻ പാകത്തിനാവുക. ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രം. ശരിക്കും കുറച്ചും കൂടെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു സ്വാദ് ശരിക്കും അറിയത്തുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഐസ്ക്രീം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റവ, പാല്, പഞ്ചസാര ഇതെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. പിന്നെ ഏലക്ക, പാൽപ്പൊടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം 1 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.